റഹീം, ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗം ഇടതുപക്ഷത്തു നിന്നും അകലുന്ന അനുഭവമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. പലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിൻ ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലയളവിലാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇടത് ഹിന്ദുത്വയെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ജനങ്ങളെ വഴിതെറ്റിക്കാൻ കഴിയുന്നത്? അതിന് നമ്മുടെ എന്തെങ്കിലും വീഴ്ചകൾ നിമിത്തങ്ങളായിട്ടുണ്ടോ? അതിലൊരു സ്വയം വിമർശനമുണ്ട്. ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഈ പലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിൻ നടത്തിയത് എന്തിനാണ് എന്നൊരു സംശയം വേണമെങ്കിൽ അത് വായിക്കുന്നവർക്ക് തോന്നാം. ന്യൂനപക്ഷം അകന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി അദ്ദേഹം വിളിച്ചു പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി ആരും അകന്നിട്ടില്ല എന്ന് പറയുന്നത്? തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണത്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് വ്യക്തമായ നിലപാട് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് എന്നോട് ചോദിച്ചാൽ ഇപ്പോഴത്തെ ആ ചർച്ചയെ അങ്ങനെ വഴിതിരിച്ചു വിടുന്നത് ശരിയുമല്ല. ഞങ്ങളുടെ പാർട്ടി അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന സെക്രട്ടേറിയറ്റ് തന്നെയാണെന്ന് കൂടി വളരെ കൃത്യമായി കാര്യങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ട് ഇതിലേക്കെടുത്ത് അത് വഴി മാറ്റിയെടുക്കണ്ട. എനിക്ക് ഇവിടെ ശ്രീ രാജു പി നായരും നിങ്ങളും ഒക്കെ പൊതുവിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളിങ്ങനെ ഈ ഒരു BJP അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമായ സമീപനമെടുത്തു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ നിലപാടുകളുടെ കാര്യം പറയുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായത് കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമാണ് BJPക്ക് ഉണ്ടായത് എന്ന് വസ്തുതാവിരുദ്ധമായി BJPയെ പ്രശംസിച്ചുകൊണ്ട് ആഹ്ലാദഭരിതനായി രംഗത്ത് വന്നയാൾ കോൺഗ്രസിൻ്റെ ഇപ്പോഴും വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശ്രീ ശശി തരൂർ. ഞാൻ ചോദിക്കുന്നു, ആ ശശി തരൂരിന്റെ ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് കോൺഗ്രസ് എന്തുകൊണ്ട് ഇത് 40-ലധികം സീറ്റുകളിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ CPI പുറത്താക്കിയ ആളാണോ? ഇല്ല. തോമസ് ഐസക്കിനെ ആര് തള്ളി പറഞ്ഞു? തോമസ് ഐസക്കിനെ ആര് തള്ളി പറഞ്ഞു? തോമസ് ഐസക്കിനെ ആര് തള്ളി പറഞ്ഞു? തോമസ് ഐസക്കിന്റെ വ്യക്തിപരമായ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാളാണല്ലോ. അല്ല, അങ്ങനെയല്ല. തരുണിന് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെയല്ല, അങ്ങനെ പറയരുത്. തോമസ് അത് രണ്ടാണ്. അങ്ങനെയല്ല അങ്ങ് കേൾക്കണം. തോമസ് ഐസക് സാഹിബിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഏതെങ്കിലും ഒരു വിജയത്തിൽ CPIM പരാജയപ്പെട്ടപ്പോഴോ കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോഴോ BJPയുടെ വിജയത്തിൽ ആഹ്ലാദഭരിതമായതല്ല. രണ്ടാണ്. ആ വരികളിൽ അദ്ദേഹം ഉപയോഗിച്ച ആ ടെർമിനോളജിയെ കുറിച്ച് എന്താണ് അതാണ് പറഞ്ഞത്. അദ്ദേഹത്തോട് ചോദിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്, ഞാൻ പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം എന്തെങ്കിലും വേറെ എന്തെങ്കിലും അരുതാത്ത എന്തെങ്കിലും പറഞ്ഞോ? പാർട്ടി വിരുദ്ധമായതോ പാർട്ടിയുടെ പൊതുവായ താല്പര്യത്തിന് വിരുദ്ധമായോ BJPയെ പ്രശംസിച്ചുകൊണ്ടോ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളിയെ പ്രശംസിച്ചുകൊണ്ടോ സഖാവ് തോമസ് ഐസക്ക് എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ നിങ്ങൾക്കൊരു കേസില്ല, ഞങ്ങൾക്കും ഇല്ല. പിന്നെ അത് തമ്മിൽ കൂട്ടിക്കൊഴിക്കുന്നതിനാ വളരെ ക്ലിയർ കട്ടായി. ഒന്നാമത്തെ കാര്യം നമ്മൾ ചോദിച്ചത് അദ്ദേഹം സമ്മതിക്കുന്നു, ന്യൂനപക്ഷ വോട്ട് ചോർന്നു എന്ന് സമ്മതിക്കുന്നു. അദ്ദേഹം സമ്മതിച്ചു എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല സ്മൃതി അല്ല, ഇങ്ങനെ ഇടയിൽ കയറി ഇടപെടുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ അവർ സംസാരിച്ചു കഴിഞ്ഞ അത്രയും കാര്യങ്ങൾക്ക് ഞാൻ മാത്രമാണ് മറുപടി പറയാനുള്ളത്. ഈ പാനലിലുള്ള ബാക്കി എല്ലാവരും അങ്ങയുടെ ചോദ്യം കൂടി ചേർക്കുമ്പോൾ മതിയായ സമയം എനിക്ക് തരണം. ഇല്ലാതെ അങ്ങക്ക് ഈ ചർച്ചയിൽ ഇടപെടുന്നൊരു ടെൻഡൻസി അങ്ങക്ക് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം. നിങ്ങൾ തന്നെ ബാക്കി പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. ഒഴിഞ്ഞു മാറിപ്പോകണമെങ്കിലും പൊയ്ക്കോളാം. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ത് വേണമെന്ന് സ്മൃതി പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യും. എന്താ റഹീം, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചർച്ച നടത്താൻ? എത്ര കാലം നമ്മൾ ചർച്ച നടത്താനിരിക്കുന്നു? എത്ര കാലമായി? ഒരു ഡിബേറ്റ് അല്ലേ, ഇടയ്ക്ക് ചോദ്യം ഉണ്ടാവില്ലേ? സ്മൃതിയുടെ രീതിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. ശരി, അപ്പൊ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് അടുത്ത ആളിലേക്ക് പോകും, അങ്ങനെയാണോ ഡിബേറ്റ്? അല്ലല്ലോ, അങ്ങും ഇരിക്കാറുണ്ടായിരുന്നല്ലേ? അല്ല, ബാക്കിയുള്ളവരൊക്കെ നടന്ന ഡിബേറ്റ് കണ്ട് സ്മൃതി പഠിച്ചാൽ മതി എങ്ങനെ നടത്തേണ്ടത്. എനിക്ക് റഹീം ബാക്കിയുള്ളവരെ കണ്ടോളൂ, എനിക്ക് അത് കാണേണ്ട ആവശ്യമില്ല. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോളൂ. ഞങ്ങൾക്ക് സമയം തരില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തിനാണ് സമയം കളയുന്നത്? അങ്ങ് പറയൂ. ഇടയിൽ ഇടപെടരുത്. നിങ്ങൾ ചോദിച്ച ചോദ്യം, ഒരു ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിനോട് പ്രതികരിക്കാനുള്ള മിനിമം സമയം തരണം. ഈ മറ്റ് പാനലിസ്റ്റുകൾ ആരും അവരെല്ലാം ഓരോ പാർട്ടി കോൺഗ്രസ് പ്രതിനിധീകരിച്ച് രാജു പി നായർ ഇങ്ങനെ അസഹിഷ്ണുതയാവുന്നില്ലല്ലോ. സ്മൃതി എന്തിനാ അസഹിഷ്ണുതയാവുന്നത്? രാജു പി നായരോടും ഇടയ്ക്ക് ചോദിച്ചിരുന്നു. അസഹിഷ്ണുതയാവേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് അസ്വസ്ഥതയൊന്നുമില്ല. എന്തൊരു താരതമ്യമാണെന്ന് അല്ല, നിങ്ങൾ കേൾക്ക്. എന്നോട് സ്മൃതി മനസ്സിലാക്കേണ്ടത്, എനിക്കിങ്ങനെ ഗുസ്തി വിടാൻ താല്പര്യമില്ല. നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത് പറയാനാണ്. അങ്ങേക്ക് തരൂരിനെതിരെയാണെങ്കിൽ അങ്ങ് പറയൂ. ഇവിടെ ശ്രീ ശശി തരൂർ എടുത്ത നിലപാടെന്താണ്?
ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വിജയത്തിൽ ആഹ്ലാദഭരിതനായി ട്വീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺഗ്രസ് നേതാവ് ട്വീറ്റ് ചെയ്യുകയാണ് BJP ഗംഭീരമായ വിജയം നേടിയെന്ന്. അപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന വിജയം, ആ സ്ഥലം MP കൂടിയായ കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ച കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ ശ്രീ ശശി തരൂർ ഈ തിരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്തത്? എന്ത് വിജയമാണ്, ആരുടെ വിജയമാണ് അവിടെ പ്രതീക്ഷിച്ചിരുന്നത്? 42 വാർഡുകളിൽ BJPക്ക് സഹായകരമാം വിധം കോൺഗ്രസ് പ്രവർത്തിച്ചു. അതിന് തെളിവാണെന്ന് പ്രാഥമികമായ വിവരങ്ങൾ വെച്ച് ശ്രീ ഗോവിന്ദ മാഷ് പുറത്തുവിട്ടത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 42 സീറ്റുകളിൽ വളരെ തുച്ഛമായ വോട്ട് മാത്രം കോൺഗ്രസ് പിടിക്കുന്നു. അപ്പോൾ കോൺഗ്രസും BJPയും തമ്മിൽ, ഇനി കോൺഗ്രസും ഞങ്ങളും തമ്മിൽ ഫേസ് ഓഫ് ചെയ്ത സ്ഥലങ്ങളിൽ ടോട്ടൽ സ്കോർ ബോർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ കൂടുതൽ ജയിച്ചു വരാതിരിക്കാൻ വേണ്ടി BJPക്ക് ഒരു വിജയ സാധ്യതയുമില്ലാത്ത സ്ഥലത്ത് കോൺഗ്രസും BJPയും ചേർന്ന് പരസ്പരം പങ്കുവയ്ക്കുന്നു. BJP കോൺഗ്രസിനെ സഹായിക്കുന്നു. ഇങ്ങനെ പരസ്പരം ചെയ്തു എന്നുള്ളത് വളരെ വിസിബിൾ ആവുകയും ഇന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അത് പൊതുജന മധ്യത്തിൽ പരസ്യമായി പറയുകയും ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ എന്നിട്ട് പറയുകയാണ് BJPയെ സഹായിക്കുന്ന നിലപാട് ഞങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമായ നിലപാട്. മുസ്ലിം വിരുദ്ധതയുടെ അട്ടിപ്പേർ അവകാശം പേറുന്ന മുസ്ലിം വിരുദ്ധതയുടെ പോസ്റ്റർ ബോയിയായ BJPയെ 42 വാർഡുകളിൽ സഹായിച്ച കൈപ്പത്തിക്കാരെ, കോൺഗ്രസുകാരെ എങ്ങനെയാണ്, ആർക്കാണ് വിശുദ്ധരാക്കാൻ പറ്റുക? അതിന്റെ പിന്നാലെ വിജയിച്ചു പോയ ശശി തരൂർ പറയട്ടെ, ഞാൻ 42 BJP ഒന്നാമതെത്തി. അവിടങ്ങളിലൊക്കെ മൂന്നാമതാണ് കോൺഗ്രസ് എത്തിയത്. അത് കോൺഗ്രസ് BJPയെ സഹായിച്ചത് കൊണ്ടാണെന്ന് എങ്ങനെയാണത് അങ്ങൊന്ന് വിശദീകരിക്കാമോ? അല്ല, അത് വിശദീകരിക്കാൻ വേറെന്താ? അവിടെ കോൺഗ്രസിന് വളരെ തുച്ഛമായ വോട്ട്, 500-ൽ താഴെ, 1000-ൽ താഴെ വോട്ടല്ലേ കോൺഗ്രസ് അപകടകരമാവിധം കോൺഗ്രസിന്റെ വോട്ട് ഷെയർ അവിടെ കുറയുന്നു. വോട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ വോട്ട് ഗണ്യമായി കുറയുന്നു. നിങ്ങൾക്കും അങ്ങനെ ഞാൻ സംസാരിക്കട്ടെ, നിങ്ങൾ ഇതിന് അസ്വസ്ഥരാകുന്നത് ഇല്ലാന്നേ. നിങ്ങൾ എങ്കിൽ പറ, അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ സ്മൃതിയുടെ കയ്യിൽ ആ കണക്കുണ്ടെങ്കിൽ സ്മൃതി പറ. സ്മൃതിയെ വെറുതെ അന്തരീക്ഷത്തിലിരുന്ന് ചോദ്യം ചോദിക്കരുത്. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് കോൺഗ്രസിനെതിരെ, BJPക്കെതിരെ ശക്തമായൊരു ആരോപണം ഉന്നയിക്കുകയാണ്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവിടുത്തെ സ്ഥലം MP വളരെ സന്തോഷഭരിതനാവുകയാണ് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. ഇതെല്ലാം ചേർത്ത് വായിക്കേണ്ട കാര്യമുണ്ട്. ഇത് അതല്ലേ അവിടെ യഥാർത്ഥ പ്രശ്നം. പറയട്ടെ, ഞാൻ സംസാരിക്കട്ടെ. കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഞാൻ സംസാരിച്ചോട്ടെ. അദ്ദേഹം പറഞ്ഞു, ശ്രീ രാജു P. നായർ പറഞ്ഞു, നിങ്ങൾ എന്ത് നരേഷനാണ്? RSSനെതിരെ സംസാരിച്ചാൽ അത് ഹിന്ദു വിരുദ്ധാവോ? ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാൻ സംസാരിച്ചാൽ അതെങ്ങനെയാണ് മുസ്ലിം വിരുദ്ധാവുക? ഒരു വശത്ത് ഞങ്ങൾ മുസ്ലിം വിരുദ്ധമാണെന്ന നരേഷൻ സൃഷ്ടിക്കുന്നു, അതേപോലെ തന്നെ മറുവശത്ത് ഞങ്ങൾ ഹിന്ദു വിരുദ്ധരാണ് എന്ന നരേഷൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അത് ശ്രമിക്കുന്നത് RS ആണെങ്കിൽ മറുവശത്ത് ശ്രമിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് രണ്ടിനെയും അതിജീവിച്ചാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ നോക്കൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.